ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം കമ്മീഷണറുടെ തീരുമാനം സംശയകരം. ഇടക്കാല ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിമുടി സംശയം, ഗൂഢാലോചന, അതിലുള്ള തെളിവുകളടക്കം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ തീരുമാനം സംശയകരമെന്നാണോ ഇപ്പോൾ കോടതിയാണോ അത് പറയുന്നത്? എന്താണിപ്പോൾ ഇടക്കാല ഉത്തരവ്? നിമിഷങ്ങൾക്കകം പ്രതീക്ഷിക്കാമോ? സ്മൃതി, അല്പസമയത്തിനകം തന്നെ ഇടക്കാല ഉത്തരവ് വരും. അതിനിടയിലുള്ള ഒരു പരാമർശത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന ഹർഷന്റെ ഇടപെടൽ സംശയകരമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ശബരിമല ബെഞ്ച്. ഇക്കാര്യം ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിന്റെ രേഖകൾ വെച്ചിട്ട് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന ഹർഷന്റെ ഇടപെടൽ സംശയകരമാണ് എന്നാണ് ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ച് പറയുന്നത്. ദേവസ്വം കമ്മീഷണറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി അന്തിമ ഉത്തരവിറക്കിയതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഹർഷനായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ, അദ്ദേഹത്തിന്റെ സമീപനത്തിൽ സംശയം ഉണ്ട് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. 20 പേജുള്ള ഒരു റിപ്പോർട്ടാണ് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ നീണ്ട ഒരു റിപ്പോർട്ടല്ല, പകരം ക്രിസ്പായ 20 പേജുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രാഥമികമായി വായിക്കുകയായിരുന്നു ശബരിമല ബെഞ്ച് ആദ്യം ചെയ്തത്. അതിനുശേഷം കോടതിയുടെ ബെഞ്ചിരിക്കുന്ന ഡയസിനടുത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ, ഇനി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്ന SIT മേധാവി S ശശിധരനെ അടുത്തേക്ക് വിളിച്ച് 2 ജഡ്ജിമാരും വാക്കാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. സ്വാഭാവികമായും പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉള്ള കേസാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. സ്വാഭാവികമായും കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം അടക്കം കാത്തു സൂക്ഷിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരുന്നത്. അവർ സംസാരിച്ചതിന് ശേഷം SP ശശിധരൻ അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് കോടതി ഇടക്കാല ഉത്തരവ് വായിക്കാൻ തുടങ്ങിയത്. അതിന്റെ തുടക്കത്തിലാണ് ദേവസ്വം കമ്മീഷന്റെ തീരുമാനം സംശയകരമായി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ചെമ്പ് പാളി എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഹൈക്കോടതി ഇതാ പറയുന്നു. ചെമ്പ് പാളി എന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാറാണ് സ്വർണം പൂശിയ പാളിയെ ചെമ്പ് പാളി എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല റഹീസ്, ഇപ്പോൾ വാതിൽ പാളിയുടെ സ്വർണം മങ്ങിയതിലും കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അടിമടി ദുരൂഹതയാണ്, ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ തീരുമാനം സംശയകരമെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ദുരൂഹമാണെന്ന് കോടതി പറയുകയാണ്. അത് ബോധപൂർവമാണോ? അതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? അതിലാരൊക്കെ പങ്കാളികളായി? ഇതല്ലേ ഇനി കോടതി കണ്ടെത്താൻ പോകുന്നത്? സ്വാഭാവികമായും കോടതി ഇനി കണ്ടെത്താൻ പോകുന്നത് അതാണ്. ആദ്യം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വായിക്കുന്ന സമയത്ത് തന്നെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ സംശയ നിഴലിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ഇടപാടിൽ പങ്കുണ്ട് എന്ന് കോടതി ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണ്. ആദ്യം പറഞ്ഞത് അവിടുത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന ഹർഷന്റെ ഇടപാടിൽ സംശയകരമുണ്ടെന്ന്. രണ്ടാമത് പറഞ്ഞത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് രേഖകളിൽ എഴുതി ചേർത്തതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ കോടതി ഇപ്പോൾ പറഞ്ഞത് മഹസർ തയ്യാറാക്കിയ ഇപ്പോൾ പറഞ്ഞ കാര്യം വാതിൽ പാളിയുടെ സ്വർണം മങ്ങിയതിലും റഹീസ്, ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിനും വിമർശനമുണ്ട്. ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് എന്ന് കോടതി പറയുകയാണ്. യോഗദണ്ഡിൽ ചുറ്റിയത് 44.560 ഗ്രാം സ്വർണമെന്നാണ് മഹസറിലുള്ളത്. ഈ മഹസർ തയ്യാറാക്കിയത് മുരാരി ബാബുവാണെന്ന് പറയുന്നു. ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD നടത്തിയ മൊഴിയുണ്ട്. ആ മൊഴി പരിശോധിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണ്ണപ്പാളി പൂശാനുള്ള സാങ്കേതികമായ സംവിധാനമില്ല എന്ന രൂപത്തിലുള്ള വിലയിരുത്തൽ കോടതി നടത്തുന്നുണ്ടോ എന്നറിയേണ്ടതുണ്ട്. അങ്ങനെയായിരിക്കണം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് എന്ന് വേണം
ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്.